ഫിനാലെയുടെ ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള അതിലെ 9ാമത്തെ ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൽ ശരിക്കും പറഞ്ഞ മത്സരം പോയിന്റ് വൈസ് മത്സരം നോക്കുന്ന സമയത്ത് നെസ്റ്റ് ടീമും ടണൽ ടീമും തമ്മിലാണ് മത്സരം. അവിടെ നെസ്റ്റ് ടീമിന് 19 പോയിന്റും ടണൽ ടീമിന് ഉണ്ടായിരുന്നത് 15 പോയിന്റാണ്. അപ്പോൾ ഇനി വരുന്ന ഗെയിമിൽ ഫസ്റ്റ് നേടാനായിട്ട് 2 ഗെയിമുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. 10 ഗെയിമാണ് എന്നുണ്ടെങ്കിൽ ആ 2 ഗെയിമിലും ഫസ്റ്റ് അടിക്കാൻ സാധിച്ചാൽ അവിടെ ഒരു പക്ഷേ ടണൽ ടീമിനെ മുന്നേറാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് പോയിന്റ് നില വെച്ച് നോക്കുന്ന സമയത്ത് ടണൽ ടീമും നെസ്റ്റ് ടീമും തമ്മിലായിരുന്നു മത്സരം. പക്ഷേ അവിടെ ഗെയിം വന്ന സമയത്ത് നന്ദനയും ജാസ്മിനും തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സംഭവം സത്യം പറഞ്ഞാൽ തികച്ചും ഒരു ലക്കിയും അതുപോലെ തന്നെ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന ഒരു മത്സരമായിരുന്നു. കുറേ ബോക്സുകളുടെ മുകളിൽ ഫോട്ടോസിന്റെ ഒരിത് അത് തുറന്നു വെച്ച് ഒരേപോലെയുള്ള ഫോട്ടോസ് തുറക്കുക ഒരേ സമയം എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക്. അപ്പോൾ ഒരാൾ ഒരു ഇത് തുറന്നു വെക്കുമ്പോൾ ഫോട്ടോ തുറന്നു നോക്കുന്ന സമയത്ത് അതിലിപ്പോൾ ഒരു പിക്ചറായിട്ട് വന്നത് തീയൊക്കെയാണ്. അപ്പോൾ അടുത്തത് പോയിട്ട് തുറക്കുമ്പോൾ വേറെ പിക്ചറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 നമ്മൾ കമിഴ്ത്തി വയ്ക്കണം. അല്ല ഒരേപോലത്തെയാണ് വന്നത് വീണ്ടും അടുത്തത് തുറക്കുന്ന സമയത്ത് അവിടെ തീ തന്നെയാണ് വന്നതെങ്കിൽ അവിടെ 1 പോയിന്റ് കിട്ടും. അങ്ങനെ അടുത്ത പോയിന്റ്. അപ്പോൾ ഇവർ തുറക്കുന്ന സമയത്ത് ഓരോന്ന് ഡിഫറൻറ്റ് വരുമ്പോൾ ഓരോന്നിലും ഏതാണ് പിക്ചർ എന്നുള്ളത് ഓരോരുത്തരും ഓർത്തു വയ്ക്കണം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് അത് തുറക്കാൻ കഴിഞ്ഞാൽ അവിടെ അവർക്കത് ലക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഡെൻ ടീമും നെസ്റ്റ് ടീമും തമ്മിലാണ് മത്സരം നടന്നത്. ഡെൻ ടീമിലുള്ളത് നന്ദനയാണ് വന്നത്. നന്ദന 6 തവണ ഒരുപോലത്തെ തുറന്നു. അങ്ങനെ 6 പോയിന്റുകളാണ് നന്ദനയ്ക്ക് നേടാനായത്. അവിടെ നെസ്റ്റ് ടീമിന് നേടാനായത് 4 പോയിന്റാണ്. ജാസ്മിന് സെക്കൻഡ് പൊസിഷനിലാണ് നെസ്റ്റ് ടീം വന്നത് 4 പോയിന്റ്. 3 പോയിന്റോട് കൂടി ടണൽ ടീം അവിടെ അപ്സരയാണ് മത്സരിച്ചത് 1 പോയിന്റ് നേടാനായി. പീപ്പിൾസ് ടീമിന് 1 പോയിന്റ് മാത്രമാണ് നേടാനായത്. അതുകൊണ്ട് തന്നെ അവിടെ ടോട്ടൽ പോയിന്റിൽ മാർക്കൊന്നും കിട്ടിയില്ല. ഫസ്റ്റ് കിട്ടിയത് ഡെൻ ടീമിനെയും സെക്കൻഡ് കിട്ടിയത് നെസ്റ്റിനെയും തേർഡ് കിട്ടിയത് ടണലിനെയായിരുന്നു. പക്ഷേ മനോഹരമായ ഒരു ഗെയിമായിരുന്നു. പക്ഷെ തികച്ചും ലക്ക് ആണെന്നും പറയാം. അതോടൊപ്പം തന്നെ കുറച്ച് ഓർമ്മശക്തിയും. ആ ഒരു ലക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അവിടെ നന്ദനയ്ക്ക് തന്നെയായിരുന്നു. ജിൻഡോയുടെ ടീമാണ് നന്ദന. പക്ഷെ പോയിന്റ് നില വെച്ച് നോക്കുമ്പോൾ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല. ഈ ഗെയിമിൽ അവർക്ക് 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജിൻഡോയും നന്ദനയും അടങ്ങുന്ന ടീമിന്. നെസ്റ്റ് ടീമിന് ഇപ്പോൾ ടോട്ടൽ പോയിന്റ് വന്നിരിക്കുന്നത് 21 പോയിന്റ് ആണ്. ടണൽ ടീമിന് വന്നിരിക്കുന്നത് 16 പോയിന്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗെയിമും കൂടിയേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും മറ്റാര് തന്നെ ജയിച്ചാലും അവിടെ നെസ്റ്റ് ടീമിനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നെസ്റ്റ് ടീം തന്നെ ഈ ഗെയിമിൽ ഈ ബോണസ് പോയിന്റ് കിട്ടുന്ന ഈ ടാസ്കുകളിൽ വിജയിച്ചു എന്ന് തന്നെ ഇപ്പോൾ ഏകദേശം പറയാവുന്നതാണ്.